നേരത്തെ മരിച്ച സ്ത്രീയുടെ ഹസ്ബൻഡ് സുധാകരനെയും അവരുടെ അമ്മ ലക്ഷ്മിയും ശ്രീയും അവർ ബൈക്കിൽ പോകാൻ നേരത്ത് അവൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് വാളുമായിട്ട് ഇറങ്ങി വന്ന് വെട്ടിക്കൊല്ലുമായിരുന്നു. അപ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്തൊരു ഫെയിലിയറാണ്. ഒരവസരം കിട്ടി 1 മണിക്കൂർ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൊല്ലുവരും. അപ്പോൾ ഇവനെ നമുക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം. റെയറസ്റ്റ് ഓഫ് റെയർ കേസാണ് ഇത്. അവനൊരു രസമാണ്, അതാണ് അവൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് എനിക്ക് തോന്നണം. അത് ഇനിയും കൊന്നുകൊണ്ടിരിക്കും. ജാക്ക് ദ റിപ്പർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഒരാൾ ചുറ്റിയൊക്കെ തലക്കടിച്ച് കൊന്നു പോകുന്ന ഒരാളുണ്ട്. അത് പഴയ സ്റ്റോറിയാണ്. അന്നേരം ഇതിനകത്ത് ഞാൻ സസ്പെൻഷനായി ബുധനാഴ്ച ഇവരെ തൂക്കിക്കൊല്ലാൻ വിധി ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ചെന്താമര പാലക്കാട് 3 പേരെ കൊലപ്പെടുത്തിയ ക്രൂരതയുടെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തി. ഇതാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നു, ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നു, ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു, അവരുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നു. ഈ കേസിൻ്റെ വിധി പറയുവാനായി കോടതിയിലെത്തിയപ്പോൾ കോടതിയിൽ പോലും ഒരു കൂസലുമില്ലാതെ കിട്ടിയാൽ കൊടുക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഇത്രയേറെ ക്രൂരതയുള്ള കുറ്റവാളികൾ ഇതിനു മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെയും ചെന്താമരയുടെ ഈ മനസ്സ് വീണ്ടും ചർച്ചയാവുകയാണ്. ഈ മാസം 15-ന് ശിക്ഷ വിധിക്കുമ്പോൾ കോടതി ഇക്കാര്യം തീർച്ചയായും കണക്കിലെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലപ്പെട്ടവരുടെ മക്കൾ പറയുന്നു ഇയാൾക്ക് വധശിക്ഷ കൊടുക്കണം എന്നാണ്. പരിശോധിക്കാം നമുക്ക് ഈ കേസിൻ്റെ വിവിധ തലങ്ങൾ. നമ്മോടൊപ്പം ചേരുന്ന റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് സാർ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ കേസിൽ ഇത്രയേറെ ഒരു മനസ്സാക്ഷിയില്ലാത്തൊരു ആൾ, മനുഷ്യനെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല, കോടതിയിലും ഇത്രയും നാൾ കഴിഞ്ഞ് കോടതി കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന സമയത്താണ് ഇത് പറയുന്നത്. ഒരു കൂസലും ഇല്ലാതെയാണ് കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത്. കോടതി ചോദിച്ചത് 2-3 ചോദ്യങ്ങളാണ്. ഗുരുതരമായ കേസായതിനാൽ വധശിക്ഷയ്ക്ക് സാധ്യതയുണ്ട്. തിരിച്ച് മറുപടി പറയുന്നത് തൂക്കിക്കൊന്നോളൂ. എത്ര നാളായി ജയിലിലുണ്ട്? കൃത്യമായി അറിയില്ല. എന്തായിരുന്നു ജോലി? ടാങ്കർ ലോറി ഡ്രൈവറായിരുന്നു. കുറ്റബോധമില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അവനവന് വരുമ്പോഴേ വേദന അറിയൂ എന്നാണ് പറഞ്ഞത്. വീണ്ടും കൊലപാതകം നടത്താൻ സാധ്യതയുണ്ടെന്ന് വാദം. ഞാൻ ഗാന്ധിയല്ല, കിട്ടിയാൽ കൊടുക്കും, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയേറെ ഒരു മനസ്താപവുമില്ലാതെ കോടതിയുടെ മുന്നിൽ പോലും സംസാരിക്കുകയാണ്. എന്തായിരിക്കാം? ഇയാൾക്ക് എന്തെങ്കിലും മാനസിക അസുഖം ഉണ്ടാകുമോ? അതോ നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ഇത്രയും കൊടും ക്രിമിനലുകൾ ആ ഒരു ജനസിൽപ്പെട്ട ആളാണോ? ഇതൊരു കൊടും ക്രിമിനൽ ജനസിൽപ്പെട്ട ആളാണ്. വൈരാഗ്യമാണ് അയാൾക്ക്, എതിർപ്പാണ്. കാരണം അയാളൊരു സ്വബോധമുള്ള ആളാണ് എന്ന് പറയേണ്ടി വരും. കോടതി അത് ചോദിച്ചല്ലോ. ഇപ്പോൾ ഞാൻ ഗാന്ധിയനല്ല, സൈക്കിക്ക് എന്തെങ്കിലും ആണോ എന്നുള്ള ധ്വനിയിൽ കോടതി ചോദിച്ചപ്പം എനിക്കങ്ങനെയൊന്നും അസുഖങ്ങളൊന്നുമില്ല, ഞാൻ നോർമൽ ആളാണ് എന്നും പറയുന്നുണ്ട്. ഒരു കൂസലുമില്ല, ഒരു ദുഃഖവുമില്ല. ഇപ്പം 3 പേരെ കൊന്നിട്ടുണ്ട്. ഇനി 4 പേരെ കൂടെ കൊല്ലാൻ അവസരം കിട്ടിയാൽ കൊല്ലുമെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കേസിനകത്ത്, ആദ്യത്തെ കേസിനകത്ത് സാക്ഷിയായ 2019 ആദ്യത്തെ ഒരു ലേഡിയെ കൊന്നത്, അത് ഇയാളുടെ ഭാര്യയും മക്കളുമൊക്കെ പേടിച്ച് താമസിക്കുകയാണ്. ഒരു മകളെ എങ്ങാണ്ട് ഒരു പോലീസുകാരൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് ഇയാളെ ഭയമാണ്. അപ്പോൾ ആദ്യത്തെ അയാൾ പ്രശ്നം വെച്ച് നോക്കി. തുടക്കത്തിൽ ഇതിൽ അന്ധവിശ്വാസിയാണ്. പ്രശ്നം വെച്ച് നോക്കിയപ്പം തലമുടി നീണ്ട ഒരു പെണ്ണാണ് ഇയാൾ കുടുംബം കലക്കിയത്, അതിനകത്തൊക്കെ ഉള്ള കഥാപാത്രം എന്നുള്ള ഒരു ഇത് കിട്ടി. അയാളൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് പോലീസ് അവിടെ. അത് ആ സ്ത്രീയാണ് കൊന്നത്. തലമുടി നീട്ടി എടുത്ത് ഇയാളുടെ വീടിനടുത്തുള്ള 3-4 പേര് തലമുടി, അവരൊക്കെ രക്ഷപ്പെട്ടു. അതിൽ ഒരാളെ കൊന്നു. വീടിന് വെളുപ്പിനകത്ത് കയറി കൊന്നിറങ്ങുന്ന ഒരാൾ സാക്ഷി കണ്ടിട്ടുണ്ട്, അടുത്തൊരു ലേഡി. അവരാണ് ഇവനെ പേടിച്ചിട്ട് അവരിപ്പം തമിഴ്നാട്ടിലെവിടെയോ പോയി കൂലിപ്പണി ചെയ്ത് ജീവിക്കുകയാണ്. ഇയാളെ സാക്ഷി പറഞ്ഞതാണ്. അപ്പോൾ കൊല്ലുമെന്ന് അവർക്കറിയാം. ഇവൻ്റെ മനസ്സും അങ്ങനെയാണ്. അവൻ കൊല്ലുമെന്ന് ഡിക്ലെയർ ചെയ്ത സുധാകരൻ, ഭാര്യ, ആ കുട്ടികളുടെ കൊന്ന സ്ത്രീയുടെ ബന്ധുവാണ് സുധാകരൻ. സുധാകരൻ്റെ അമ്മ ലക്ഷ്മി, ഇവർ 2 പേരെയും കൊന്നതിനാണ് ഇരട്ടക്കൊലക്കേസ് ഇപ്പോൾ ഈ വിധി വരുന്നത്. അതെ, ഈ ആ സ്ത്രീയുടെ ആദ്യം കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ ഭർത്താവും അമ്മയും ലക്ഷ്മി, ആ അമ്മ ചെറുപേര് ലക്ഷ്മിയാണ്. അവരൊരു സ്കൂട്ടറിൽ എവിടെയും കണ്ട് അയാളുമായിട്ട് വെളിയിൽ പോകാൻ നേരത്തെ ഇവൻ വാളുമായിട്ട്, അവിടെ ഒരു വീടുണ്ട് ഇവന്, അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് വെട്ടിക്കൊന്നത്. ഇവനെ 1 മാസം പരോളിൽ കൊടുത്തപ്പം അന്ന് ആ പ്രദേശത്തെ പഞ്ചായത്ത് അതിർത്തി കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ
പഞ്ചായത്ത് അതിർത്തി കയറി. അത് പോലീസിൻ്റെ അടുത്ത് ഈ മരിച്ച സ്ത്രീയുടെ 2 കുട്ടികൾ ഈ സുധാകരനുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി DYSP അവരെ കണ്ടു. ഇവനെ ബെയിൽ ക്യാൻസൽ ചെയ്യണം, ഇവൻ ഇനിയും കൊല്ലും ആൾക്കാരെ, ഞങ്ങളെയും കൊല്ലുമെന്ന് പേടിച്ച് ആ കുട്ടികൾ വേറെ എവിടെ പോയി ഒളിച്ച് താമസിക്കണം. പക്ഷേ നേരത്തെ മരിച്ച സ്ത്രീയുടെ ഹസ്ബൻഡ് സുധാകരനെയും അവരുടെ അമ്മ ലക്ഷ്മിയും വൃദ്ധശ്രീയും അവർ ബൈക്കിൽ പോകാൻ നേരത്ത് അവൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് വാളുമായിട്ട് ഇറങ്ങി വന്ന് വെട്ടിക്കൊല്ലുമായിരുന്നു. അപ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്തൊരു ഫെയിലിയറാണ്. ഇവൻ അവിടെ വന്ന് കറങ്ങുന്നു എന്ന് പറഞ്ഞപ്പം പോലീസ് ഇവൻ്റെ ബെയിൽ ക്യാൻസൽ ചെയ്യണ്ടേ? കറക്റ്റ്. അത് ചെയ്തില്ല. ഈ കൊച്ചുങ്ങൾ റിട്ടേൺ ആയിട്ടൊരു പരാതി കൊണ്ട് അത് DYS മുമ്പിൽ കൊണ്ടേ കൊടുത്തു. ഞങ്ങളെയും കൊല്ലും അവരെയും കൊല്ലും, ഈ സുധാകരനുണ്ട് കൂടെ. അത് കിട്ടിയിട്ടും പോലീസ് നടപടിയില്ല. എന്തിനാ പോലീസ് ഇവനെ സംരക്ഷിക്കേണ്ട ആവശ്യം ഈ നോട്ടോറിയസ് ക്രിമിനലിനെ? കാരണം ഇപ്പം കോടതി ചോദിച്ചല്ലോ, നിങ്ങൾ വധശിക്ഷയ്ക്ക് അർഹതയുള്ള കുറ്റമാണ് ചെയ്തതെന്ന്. ഇങ്ങനെയുള്ളവനെ തൂക്കിക്കൊന്നേ പറ്റുള്ളൂ. കാരണം ഇത് സമൂഹത്തിന് ആവശ്യമില്ല, അവരുടെ വീട്ടുകാർക്ക് ആവശ്യമില്ല, ആർക്കും ഇവനെ ആവശ്യമില്ലാത്തവരുത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് ഇന്ത്യ പൊതുവേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ തൂക്കിക്കൊലയ്ക്ക് നമ്മളിപ്പം അതിനോട് യോജിക്കാത്ത ഒരു രീതിയിലാണ് നമ്മുടെ ചിന്തകളിൽ പോകുന്നത്. സുപ്രീം കോടതിയൊക്കെ ആ രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ജീവാന്ത്യം വരെ ജയിലിടുക എന്നാണ് ഇപ്പോഴത്തെ അവരുടെ ചിന്ത. പക്ഷേ ഇങ്ങനെയുള്ളവനെ എന്ത് ചെയ്യും? ഒരവസരം കിട്ടി 1 മണിക്കൂർ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൊല്ലുവനെ. അപ്പോൾ ഇവനെ നമുക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം. റെയറസ്റ്റ് ഓഫ് റെയർ കേസാണിത്. അത് ആ കോടതി അങ്ങനെ ഒന്ന് സൗണ്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ബുധനാഴ്ച ഇവനെ തൂക്കിക്കൊല്ലാൻ വിധി ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് നിഷ്ഠുരനായ ഒരു വ്യക്തി, റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരാൾ, ഇത്തരത്തിലുള്ള കുറേയേറെ കഥാപാത്രങ്ങളെ അങ്ങ് കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കുറേ പേരുണ്ടോ? ധാരാളം ആൾക്കാരുണ്ട് ഇതേ രീതിയിലുള്ള. കൊന്നു പോകുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും പല സ്ഥലത്തും സംസ്ഥാനത്തും ഉണ്ട്. ഇവിടെ ഞാൻ ഇപ്പം കേരളത്തിൻ്റെ അടുത്ത് റിപ്പർ, ഒറിജിനൽ റിപ്പർ അതല്ലേ, ഇവിടെ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് റിപ്പർ. സുനിലോ സനിലാണ് പേര്, ഒറിജിനൽ റിപ്പർ അവനാണ്. അന്നേരം റിപ്പർ എന്ന് പേരിട്ടത് ഞാനാണ്. ശരി. കാരണം ജാക്ക് ദ റിപ്പർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഒരാൾ ചുറ്റിക്ക് തലക്കടിച്ച് കൊന്നു പോകുന്ന ഒരാളുണ്ട്. അതാണ്, അത് പഴയ സ്റ്റോറിയാണ്. അന്നേരം ഇതിനകത്ത് ഞാൻ സസ്പെൻഷനായി. മനോരമയ്ക്കകത്ത് ഈ വാർത്ത വന്നു. മനോരമയ്ക്ക് ഈ ക്രൈം ബ്രാഞ്ചിന് കൊടുക്കുന്നതിന് പകരം ഞാൻ ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ ഫോർട്ടിലെ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് ഞാൻ അന്ന്. അന്നേരമാണ് ഇത് മനോരമ VK സോമൻ എന്ന് പറഞ്ഞ ഒരു ജേർണലിസ്റ്റുണ്ട്. അയാൾക്ക് അവാർഡൊക്കെ ഒത്തിരി കിട്ടിയ. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തായിരുന്നു. അന്ന് ഞാൻ സബ് ഇൻസ്പെക്ടറാണ്, YMCA താമസം. സോമൻ എല്ലാ ദിവസവും വൈകിട്ട് ജോറേസ് ചായ കുടിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും അന്നത്തെ വിവരങ്ങൾ സിറ്റിയുടെ പൾസ് അറിഞ്ഞിട്ട് പുള്ളി റിപ്പോർട്ട് ചെയ്യും സോമൻ. നല്ല പിന്നെ ഇവിടുത്തെ ജേർണലിസ്റ്റ് അതിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു സോമൻ. ഇപ്പോൾ തൃശ്ശൂരുണ്ട് സോമൻ, വെറ്ററനാണ്. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ അന്ന് MP ബാലകൃഷ്ണനാണ് അസിസ്റ്റന്റ് കമ്മീഷണറാണ്, എൻ്റെ ഗുരുവാണ്. അപ്പൻ്റെ സാധനമെന്ന് ഞാൻ എല്ലായിടത്തും പറയുന്നത്. അതിനോട് വലിയ ഇഷ്ടം. ക്രൈം ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൈക്കൂലി വാങ്ങത്തില്ല, അറിയാവോ? കൈക്കൂലിയും വാങ്ങത്തില്ല, ഞാൻ മദ്യപിക്കത്തില്ല, വൈൻ പോലും കഴിക്കത്തില്ല. സർവീസിൽ അങ്ങനെ എൻ്റെ. അന്നേരം സോമൻ എല്ലാ ദിവസവും വരും. അന്നൊക്കെ ഒരു ലാംബി സ്കൂട്ടറുണ്ട് എനിക്ക്, സോമനും ഉണ്ട്. അത് കഴിഞ്ഞപ്പം ഇവിടെ ഒരാളെ തലക്കടിച്ച് കോട്ടയം MT കോളേജിൽ പഠിച്ച ഒരു പയ്യനെ അവിടെ ഒരു ലോഡ്ജിൽ ആരോ 2 പേരും മുറിയെടുത്തിട്ട് അവിടെ ഇവനെ തലക്കടിച്ച് കൊന്നിട്ടിരിക്കുന്നു. ഏത് സ്ഥലമായിരുന്നു അത്? അതാണ് ക്രൈം നടന്ന സ്ഥലം എവിടെയാണ്? കോട്ടയത്തായിരുന്നു, വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഞാൻ ഈ ക്രൈം മുഴുവൻ അന്നും ഇന്നും ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി. ഞാൻ അതേപ്പറ്റി അന്വേഷിച്ചു. അതേപ്പറ്റി അൺഒഫീഷ്യലായിട്ട് അന്വേഷിച്ചപ്പോൾ ക്രൈം ബ്രാഞ്ച് ടേക്ക് ഓവർ ചെയ്തു. അന്വേഷിച്ച് കഴിയുമ്പം കേരളവും ഇതിലെടുത്ത് ഇവൻ. അത് ഞാൻ ഈ സർവീസിൽ കയറുന്ന അന്ന് തമ്പാനൂരെ സബ് ഇൻസ്പെക്ടറായിരുന്നു. സർവീസിൽ കയറുന്നത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എല്ലാവരും എടുത്തിട്ട് ഇടിക്കാൻ അറിയാമെന്നല്ലാതെ നിയമത്തെപ്പറ്റി വലിയ പാണ്ഡിത്യമില്ല. അപ്പോൾ അവിടെ സുമാരൻ നേരത്തെ ഒരു ഗുരു അക്കൗണ്ട്സബിൾ ഉണ്ട്, പുള്ളിയാണ് എന്നെ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അന്നേരം ഒരു കുറ്റചാർജ് ഞാൻ ആദ്യമായിട്ട് കോടതി കൊടുക്കുക. ആ കുറ്റചാർജ് ഒരു പയ്യനെ ഇവിടെ ട്യൂട്ടർ കോളേജുണ്ട്, അവിടുത്തെ പയ്യന്മാരവിടെ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിലൊരുത്തൻ ഭാസ്കര ഭവൻ ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുത്തിട്ട് ഇവനെ ജിമ്മൊക്കെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ജഡ്ഡിയൊക്കെ ഇട്ട് 2 പേരും നിന്നിട്ട് ഗുസ്തിയൊക്കെ പിടിപ്പിച്ച് ഇവൻ കാണിച്ചു കൊടുത്തിട്ട് അവൻ്റെ തലക്കിട്ടടിച്ച്. അപ്പോൾ അത് അവൻ ആശുപത്രിയിലായിട്ട് അവന് ഇവിടുത്തെ പേട്ടയിലുള്ള കേരളം അടുത്തുള്ളവന്. ആ പയ്യൻ അവിടെ വന്ന് തമ്പാനൂർ വന്ന് കേസെടുത്തു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കേസെടുക്കുന്ന അതാണ്. അപ്പോൾ സുകുമാരൻ നായരെല്ലാം ഇന്നും ഓർക്കുന്നുണ്ട്, അതെല്ലാം പറഞ്ഞു തന്ന് ഞാൻ FIR ആദ്യമായിട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ വിളിച്ച് ചോദ്യം ചെയ്ത് മൊഴിയൊക്കെ അങ്ങേരെ എടുത്ത് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തി ചോദിച്ചെന്ന് പറഞ്ഞു, സാറേ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവനാണ് അടിച്ചത്, അത് പേട്ട ഇന്നയാളുടെ വർഷപ്പുകാരൻ്റെ മകനാണ് സുനിൽ.
ഞങ്ങൾ ഒന്നിച്ച് ഇവനാണ് ഇവന് കരാട്ടെ പഠിപ്പിക്കുക, അന്ന് കരാട്ടെ ഇറങ്ങിയതുള്ളൂ, കരാട്ടെ പഠിപ്പിക്കാന്നൊക്കെ വന്ന് ജഡ്ഡിയിൽ നിർത്തിയിട്ട് എണ്ണയൊക്കെ ഇട്ട് അവന് ഫ്രിക്ഷനാണ്, അതാണ് അവൻ്റെ ഫ്രിക്ഷനാണ് ഉണ്ടാകണം, അതാണ് അവൻ്റെ അന്നേരം ഇവൻ്റെ തലക്കിട്ടടിക്കും. ഓഹോ. അന്നേരം ഇതേപോലെ ജാക്ക് ദ റിപ്പർ ഇംഗ്ലണ്ടിൽ ഒരു കേസ് വന്നു, റിപ്പർ, ജാക്ക് ദ റിപ്പർ. അപ്പോൾ ഞാൻ ഇവന് റിപ്പറിന് പേരിട്ട്. അപ്പോൾ പക്ഷേ അന്ന് ആ കേസിൽ സാറിന് ആദ്യം മനുഷ്യ ആ കേസിൽ അടിയേറ്റ ആൾ മരിച്ചില്ല? ഇല്ല, മരിച്ചില്ല, അയാൾ ജീവിച്ചു. അതിനുശേഷം ഈ പേട്ടയിൽ ഈ പയ്യന് വേറെ പേട്ടയിൽ ഒരാളെ ഇവിടെ മൈസൂരിലിവിടെ കൊണ്ടുപോയി ടൂർ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് അടിച്ചു, 3-4 കേസ്. പിന്നെ ഒരു MBBS ഡോക്ടർ, അയാൾ ഹോമോസെക്ഷലാണ്, MGM ടൂറിസ്റ്റ് ഹോമിൽ ഇയാൾ ബ്ലീഡ് ചെയ്ത് കിടന്നു, ഇവനാണ്. 4-5 കേസുണ്ട്. അപ്പം ഞാനിക്കിത് മനസ്സിലായി ഇവനാണെന്ന്. അപ്പം ഞാൻ ഈ പേട്ട പോലീസ് സ്റ്റേഷൻ സ്കൂട്ടറിൽ വരും, അവിടെ കൊണ്ട് സ്കൂട്ടർ വെക്കും, എന്നിട്ട് ഇവൻ ഇവിടെ കൊണ്ടുവന്ന് തപ്പും. അപ്പോൾ ഈ VK സോമൻ എൻ്റെ പുറകെ വന്ന് അവൻ ഇത് കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞു, സോമ വെളിയിൽ പറയരുത്, പത്രത്തിൽ ഇടരുത്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് സ്കൂട്ടറിലായി. അന്നേരമാണ് കോട്ടയത്തെ മാർഡർ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവനാണെന്ന്. കോട്ടയത്ത് നടത്തിയതും ഇയാളാണെന്ന് എനിക്ക് മനസ്സിലായി. സോമനും മനസ്സിലായി. ഞാൻ പറഞ്ഞു, സോമ ഞാൻ അവനെ ഒന്ന് പിടിക്കട്ടെ, അറസ്റ്റ് ചെയ്യട്ടെ. അവന് MP ബാലകൃഷ്ണൻ സാറിന് അറിയാം. എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയും ചെയ്തു, എൻ്റെ ഗുരു, ഇവിടെ ആരാ ഈ കൊല്ലുന്ന അറിയാം, അങ്ങനെ എന്നേലും വലിയ ക്ലവറല്ലേ, ആരാ ഇത് ചെയ്യുന്നത് പോലും. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. എന്നാലേ ആളെ പറ. ഞാൻ പറയത്തില്ല, അദ്ദേഹം പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പറയത്തില്ല. എന്നാലും എവിടുത്തുകാരൻ? ഞാൻ തിരുവനന്തപുരംകാരൻ. തിരുവനന്തപുരംകാരനാണോ? അത് MLA ക്വാർട്ടേഴ്സിന് അവിടെ നിന്ന് നമ്മൾ ശംഖുപത്ത് പോകുന്ന വഴിയിലാണോ വീടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടി. എൻ്റെ ഗുരു അല്ലേ. ഞാൻ പറഞ്ഞു, സാറേ തന്നെ, താൻ പിടിച്ചോ. അദ്ദേഹത്തിന് ക്രൈം, അതാണ് ഞാൻ അദ്ദേഹത്തിന് ഇത്ര ബഹുമാനിക്കുന്നതിൻ്റെ കാരണം. കൃത്യമാണ്, അതാണ് ശിഷ്യനായി എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനോടും ആരോടും കയറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് ഞാൻ അംഗീകരിക്കും, എനിക്ക് ബോധ്യപ്പെടണം. അത് കഴിഞ്ഞിട്ട് ഇവനെ തമിഴ്നാട്ടിൽ പിടിച്ചു, അവിടുത്തെ തലക്കടിച്ച ഒരു കേസിന് പിടിച്ചു. അന്നേരം സോമൻ പറഞ്ഞ് ഇത് അവർക്കൊരു ലെറ്റർ വന്നു, മനോരമയിലെ എഡിറ്റോറിയൽ ബോഡിയിൽ ഒരു ലെറ്റർ, ഇതാരുമല്ല പേട്ടയിലുള്ള ഇന്ന ആളാണ് ഈ തലക്കടിക്കുന്നതെന്ന്. അത് സോമൻ അയച്ചു കൊടുത്തു. സോമൻ എന്നിട്ട് എൻ്റെ അടുത്ത് വന്നു, നീ ഇത്ര നാൾ പറഞ്ഞില്ലല്ലോ ആരാ കൊല്ലുന്നത്, അപ്പം ഇവിടെ ആണെന്ന് പേരൊന്നും ഞാൻ പറഞ്ഞു. എൻ്റെ പൊന്നു സോമ, നീ ഈ ലെറ്റർ ആരെയും കാണിക്കരുത്, ഞാനൊന്ന് അറസ്റ്റ് ചെയ്തിട്ട് നീ കാണിക്കും. അവസാനം അവിടുത്തെ മനോരമയിൽ നിന്ന് വലിയ കമ്പൽഷൻ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇടാൻ പോവാം. ഞാൻ പറയും, കാര്യം ചെയ്യും, ഇവരെന്തായാലും ഒത്തിരി മർഡർ കേസിൽ ഇൻവോൾവാണ്, അതാണ് റിപ്പർ. ഞാൻ മറ്റേ സ്റ്റോറിയുടെ അങ്ങ് തരാം, ജാക്ക് ദ റിപ്പർ. ആ സ്റ്റോറിയും വന്നു മനോരമയിൽ. 8 പരമ്പര മനോരമ സർക്കുലേഷൻ കൂടി. അപ്പോൾ ഇവനെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇവൻ്റെ ഒരു അന്ന് യേശുദാസൻ ആരോ ആണെന്ന് തോന്നുന്നു മനോരമയെ വരച്ചിട്ടു. അവസാനം ഇത് ഞാനാണ് കൊടുത്തതെന്ന് പറഞ്ഞ് മറ്റു പത്രക്കാരെല്ലാം കൂടെ വേളം ഉണ്ടാക്കി മനോരമയ്ക്ക് മാത്രം എക്സ്ക്ലൂസീവ് കൊടുത്തെന്ന് പറഞ്ഞ് അന്ന് MK ജോസഫ് DGP എന്നെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് ശിവറ അവാർഡ് VK സോമനും കിട്ടി, ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ളത്. മനസ്സിലായോ? അപ്പം ഞാൻ കളിക്കലൊരു സസ്പെൻഷൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. എൻ്റെ കൈക്കൂലി വാങ്ങിച്ചവനെ ആരെ അടിച്ചതിനൊന്നുമല്ല, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു റിപ്പറെ കണ്ടു, വേറെയും ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ വേറെ ഒരുത്തൻ കൊന്നു പോകുന്നത്, ടാക്സിക്കാരെ കൊല്ലുന്ന ഒരുത്തനുണ്ട്. അതിലൊരുത്തനെ ഇപ്പം പിടിച്ചു, ആലപ്പുഴ സെബാസ്റ്റ്യൻ. ഈ അടുത്ത ദിവസം കണ്ടില്ലേ, ഒരു കുറേ സ്ത്രീകളെ കൊന്ന് ചുട്ടുകരിച്ച സെബാസ്റ്റ്യൻ. ഇവനെ തപ്പി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, കിട്ടിയില്ല എനിക്ക്. ഇവൻ ടാക്സിക്കാരെ കൊന്ന് കലിങ്ങിനടിക്ക് വെച്ചുന്നവനാണ് ഈ സെബാസ്റ്റ്യൻ. അതിനുശേഷമാണ് അത് മാറിയിട്ട് അവന് സ്ത്രീകളെ ജനങ്ങളെ വളച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന പണവും സ്വർണവും എടുത്തിട്ട് അവരെ കത്തിച്ച് കളയും, അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. കണ്ടില്ലേ, 7-8 കേസായി ആലപ്പുഴയിൽ. അത് സെബാസ്റ്റ്യൻ, അവനെ ഞാൻ തപ്പി കിടന്ന് എനിക്ക് അന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവൻ ക്രിമിനലാണെന്ന് അറിയുമ്പോൾ വലിയ പണക്കാരനായിട്ട് നടക്കുന്ന ഒരുത്തനാണ് കാലഘട്ടത്തിൽ. അതാണ്. അപ്പോൾ അതുപോലെ എന്തുമാത്രം കഥാപാത്രം കിടക്കുന്നുണ്ട് കേരളത്തിൽ, ഇഷ്ടം പോലെ ഉണ്ട് ഇതുപോലത്തെ. കൊന്നു പോകുന്നവർ ധാരാളം പേര്. പിന്നെ ഒരുത്തനുണ്ടായിരുന്നു, അവനെ ഞാൻ തപ്പിക്കഴിഞ്ഞപ്പം അവൻ പാലക്കാട് അവിടെ കൊലപാതകം നടത്തുന്ന ഒത്തിരി കേസ് നടത്തി. തമിഴ്നാട്ടിലെ കരിക്കമ്പിലെ കൊലക്കേസ് പോലെ ഞാൻ ഒരെണ്ണം പിടിച്ചു കൊടുത്തു, തമിഴ്നാട്ടിൽ കരിക്കമ്പിലെ കൊലക്കേസ്. ഓക്കെ. കാരണം ഇവിടെ ഈ ഞാൻ അവൻ്റെ പേര് പറഞ്ഞു, അവൻ്റെ നല്ല കുടുംബക്കാരൻ. അവനൊരു ടാക്സിക്കാരെ കൊല്ലുന്നവനാണ്. അവനും അവൻ്റെ കൂടെ ഉള്ളവരും കൂടെ ഈ തമിഴ്നാട്ടിലെ ഒരു കരിക്കമ്പിലെ പോലെ വലിയൊരു ഒരു അവിടുത്തെ പണ്ണയാരെന്ന് പറയും തമിഴിലെ, വലിയ കുടുംബക്കാർ, പൈസ ഉള്ളവർ. അവിടെ പോയി പൂജ നടത്തി, മക്കളുണ്ടാകാൻ ഇവർ പോയി പൂജ നടത്തി രാത്രി അവരെ പൊട്ടാസ്യം സൈനൈഡ് അവർ ആ പൂജ നടത്തി ആ വെള്ളത്തിനകത്ത് ചേർത്ത് കൊടുത്ത് കൊന്നു. തെളിയാതെ കിടക്കുന്ന കേസാണ്. ഞാൻ ഈ പാലക്കാട്ട് ഒരു മർഡർ കേസ് അന്വേഷിച്ചപ്പോൾ ഇവനെ കണ്ടെത്തി, അവനെ ചിക്കമംഗളൂർ ജയിലിൽ കിടക്കുന്നു. അവിടെ പോയി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് അവൻ്റെ കയ്യിലൊരു ഡയമണ്ട് ഉണ്ട്, മോതിരം, അതവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ.
അപ്പോൾ അത് ഇവരെ കൊന്നിട്ട് ആ വീട്ടിൽ നിന്ന് എടുത്തതാണ്. അത് വെച്ച് പിടിച്ച് തമിഴ്നാടിന് ആ ഡബിൾ മർഡർ കേസ് ഞാൻ പിടിച്ചു കൊടുത്തു. അവൻ കൊന്നു പോകുന്നവനാണ്. ഓക്കെ. അവന് മരിച്ചെന്ന് പറഞ്ഞ് അവൻ ഒരു കേസിനകത്ത് അവനെ മിസ്അപ്രോപ്രിയേഷൻ നടത്തി ബാങ്ക് ലോൺ എടുത്ത് പറ്റിച്ചുകൊണ്ട് ഇവൻ മരിച്ചെന്ന് പറഞ്ഞ ഒരു കേസ് ഹൈക്കോടതി കൊടുത്തിട്ട് അവൻ്റെ വീട്ടുകാരെ കൊണ്ട് കൊടുപ്പിച്ച് അങ്ങനെ അത് ക്ലോസ് ചെയ്തു. അവനാണ് ഈ പാലക്കാട് പിന്നെ കൊലഹം നടക്കുക. അപ്പം എന്തുമാത്രം ക്രിമിനൽസ് ഉണ്ടെന്നറിയോ? അതൊരു പ്രത്യേക വേൾഡാണ്. അതുപോലെ ഇയാൾ ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ. ഈ ഇപ്പോഴത്തെ ഈ ചെന്താമര ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു മടിയില്ല കൊല്ലുന്നതിന്. അവനൊരു രസമാണ് അവന്. അതാണ് അവൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് എനിക്ക് തോന്നണം. ഓക്കെ. അത് ഇനിയും കൊന്നുകൊണ്ടിരിക്കും. ഓക്കെ. അതാണ് ജാക്ക് ദ റിപ്പറും അങ്ങനെയായിരുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ സീരിയൽ കില്ലേഴ്സ് ചേഞ്ച് ചെയ്യപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? തിരുത്തപ്പെടാൻ സ്വയം തിരുത്താനൊന്നും അവർക്ക് തയ്യാറാവില്ലെന്ന് തോന്നുന്നു. ഇല്ല, അത് അവരുടെ ഒരു വൈകല്യമായിട്ടോ? ഓക്കെ, ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഒരു എന്തെങ്കിലും ഒരു കൊല്ലണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ഇതെടുത്ത് അവൻ കൊല്ലും. ഓക്കെ. ജാക്ക് ദ റിപ്പറിൻ്റെ പോലെ തന്നെയാണല്ലോ കേരളത്തിലെ റിപ്പർ ചന്ദ്രൻ, മുതുകുറ്റി ചന്ദ്രൻ, ഇങ്ങനെ കുറേ റിപ്പർമാരുണ്ടല്ലേ. ഒരുത്തൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അയാൾ ആ ഒരു ചന്ദ്രൻ്റെ മകള് അഡ്വക്കേറ്റായി. അപ്പം അവരുടെ അടുത്ത തലമുറയൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഇവർക്ക് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റായിട്ട് വരുന്ന അത് തടഞ്ഞു നിർത്താൻ പറ്റില്ല. കൊന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുത്തനാണ് ചെന്താമര അത് തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഈ മർഡറിലേക്കാണോ ആയിരിക്കുമോ അവർ ആദ്യമേ പോവുക, അതോ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ക്രൈം ചെയ്തിട്ട് ആദ്യമേ മർഡറിൽ പോകും? ഇവന് വേറെ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ചെന്താമരയ്ക്ക്. ഓക്കെ. പക്ഷേ മറ്റെവിടെയെങ്കിലുമൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം. അത് ഇനി വരുമ്പോൾ എന്തെങ്കിലും തെളിയാതെ, എത്രയോ കേസ് തെളിയാതെ കിടക്കുന്നു അൺഡിറ്റക്റ്റഡ് ആയിട്ട്. ഓക്കെ. ഇതാണ് ചെന്താമരയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ശ്രീ ജോർജ് ജോസഫ് സാറിന് പറയാനുള്ളത്. ഇതുപോലെ മറ്റെവിടെയെങ്കിലുമൊക്കെ ഇയാൾ ഇത്തരത്തിലുള്ള ക്രൈമിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. പരമാവധി ശിക്ഷ തന്നെ കൊടുക്കേണ്ടതാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാരണം വീണ്ടും പുറത്തിറങ്ങിയാൽ, ഓർക്കുക, ഒരു കൊലപാതകം ചെയ്തതിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇയാൾ 2 പേരെ കൂടി കൊലപ്പെടുത്തിയത്. ഇനിയും കൊല്ലും എന്ന് ഇയാൾ കോടതിക്ക് മുന്നിലാണ് പറഞ്ഞിരിക്കുന്നത്, ജഡ്ജിക്ക് മുന്നിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരക്കാർ പൊതുസമൂഹത്തിൽ ഇറങ്ങുന്നത്, അവിടെ നിൽക്കുന്നത് സാധാരണക്കാർക്ക്, നിരപരാധികൾക്ക് ഭീഷണിയാണ്. അതിന് അവസരമുണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥനയും പ്രാർത്ഥനയും. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.